എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ വന്ന് പലരും പല കമൻസുകളും ഇടുന്നുണ്ട്. ഞാനപ്പോൾ ആ പോസ്റ്റ് ഇട്ടത് ഒരാളെയും മോശക്കാരനാക്കി കാണിക്കാനോ ആരുടെയും ശത്രുത പിടിച്ചു വാങ്ങാനോ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പലരും വന്നിട്ട് ആ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ നോക്കിയാൽ അറിയാം, പലരും വന്നിട്ട് കമൻസിൽ പറയുന്നുണ്ട്, സ്വാതിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളും അങ്ങോട്ട് പോയത്, എന്നിട്ട് ഞങ്ങൾക്കും കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നൊക്കെ പലരും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിനടിയിൽ അങ്ങനെ ആളുകൾ അത്രയും വന്ന് പറയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ അടുത്ത് എത്രയും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ. ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മോന് ചെയ്തിരുന്ന ആ ഒരു ചികിത്സേനെ പറ്റിയിട്ട്. അപ്പോൾ പലർക്കും ദുരനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ പറയുന്നുണ്ട്, സ്വാതിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടങ്ങളുണ്ടായി, സ്വാതിയും അതിൽ ഉത്തരവാദിയാണ് എന്ന് വന്ന് കുറേ പേരിങ്ങനെ പറയുമ്പോഴേ ഞാൻ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ചെയ്ത വീഡിയോസുകളെല്ലാം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം സത്യാവസ്ഥ അതൊന്നുമല്ല, നമ്മൾക്കും തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ വീഡിയോസുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ കണ്ടവരൊക്കെ അത് വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞത് പ്രകാരം നല്ലൊരു സ്ഥലമായിരിക്കാം, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേര് പോയിട്ട് അവർക്കും കുറേ ദുരനുഭവങ്ങൾ അവിടെ നിന്നുണ്ടായി. അപ്പോൾ അതിലൊരു ഉത്തരവാദിത്വം എനിക്കും ഉണ്ടല്ലോ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല, ചികിത്സ ചെയ്തിരുന്ന ആളും ഒരുപാട് ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോഴേ ഞാൻ ഒന്നും അങ്ങനെ തുറന്ന് പറയണമെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. അത് എനിക്ക് അത്രയും വിഷമം തോന്നിയപ്പോൾ മാത്രമാണ് ഞാൻ ആ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുള്ളത്. ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. എല്ലാവരുടെ അടുത്തും എന്നോട് 1-2 പേര് ആ പോസ്റ്റ് ഇട്ടപ്പോൾ വന്ന് പറഞ്ഞു ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനും ഒരാളെ എന്താ പറയുക മോശമാക്കി കാണിക്കാനോ, കുറേ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ആ ചികിത്സയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ വ്യത്യാസങ്ങളോട് കൂടെ തന്നെ മുന്നോട്ട് പോട്ടെ. പലരും വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേസ് കൊടുക്ക്, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കെതിരെ സൈബർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. പക്ഷെ പിന്നെയും പോസ്റ്റുകളൊക്കെ 1-2 കണ്ടപ്പോഴാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ അതുപോലും ഇടില്ലായിരുന്നു. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്നേ ഉപേക്ഷിച്ചതാണ്. നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് വെച്ചപ്പോൾ മുതൽക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിട്ട് കളഞ്ഞതാണ്. പക്ഷെ പിന്നെയും വീഡിയോസും പോസ്റ്റുകളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മളുടെ സത്യാവസ്ഥ ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് പോലും ഇട്ടത്. ഇനി ഇതിനെ പറ്റിയിട്ടൊരു ഞാൻ സംസാരിക്കാൻ പോലും ഞാനില്ല. കാരണം പല കുട്ടികളും ആ ഒരു ചികിത്സയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മൾക്ക് എന്തായാലും അതിൽ നിന്ന് നല്ലതല്ല, കുറേ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായുള്ളത്. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾക്ക് മാനസികമായിട്ടും മോൻ്റെ ഹെൽത്താണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ആരും മോശമായിട്ട് ഒന്നും പറയുന്നില്ല, കുറേ കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ, ഒന്നും പറയുന്നില്ല. പക്ഷേ അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ തിരുത്തി പറയുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഒരു നല്ല കാര്യവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ തിരുത്തി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഇനി ഞാൻ പറഞ്ഞത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോയി എന്ന് വന്ന് ആരും എൻ്റെ അടുത്ത് പറയരുത്. കാരണം ഞാൻ ആ എല്ലാ കാര്യങ്ങളും ഞാൻ തിരുത്തി പറയാണ്. കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്, സ്വാതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്ത ആ ഒരു അമ്മ പോലും നമ്മുടെ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വാതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ചികിത്സയ്ക്ക് പോയത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ അപ്പോൾ ഒരാളങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു സ്വാതിയുടെ വീഡിയോ കണ്ടിട്ടാണ് എന്ന്. അപ്പോൾ ആ ചികിത്സയും എൻ്റെ പേരും തമ്മിൽ കൂട്ടി ഒരു ഇതുണ്ടാവരുത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് പലർക്കും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. കണ്ണനും ആദ്യകാലങ്ങളിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് പോലെ എനിക്ക് തോന്നിയിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എല്ലാ തെറാപ്പിയും ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന പോലെ
പോലെയുള്ള ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമായിരുന്നു അത്. പിന്നീട് അത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേ ഞാൻ മനസ്സിലാക്കി തിരുത്തണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റ്. പിന്നെ എനിക്ക് അത്ര പൂർണ്ണ വിശ്വാസമില്ലാതിരുന്നിട്ട് പോലും ഞാൻ ആ ചികിത്സയെ എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. അതെൻ്റെ തെറ്റ്. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മാറ്റി പറയുകയാണ്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ മാറ്റി പറയുന്നത്. അല്ലാതെ എന്താ പറയുക, മിണ്ടുമ്പോൾ വാക്ക് മാറ്റി പറയുന്നതല്ല. എനിക്ക് ഇത്രയും 2 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഞാൻ കാരണം ആ ചികിത്സ ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അല്ല, ഞാൻ കാരണം എന്നല്ല, ഞാൻ എൻ്റെ വാക്ക് വിശ്വസിച്ച് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി എന്ത് ചികിത്സ മോന് ചെയ്യുകയാണെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പറയില്ല. നമ്മളതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ചാനൽ. അതൊക്കെ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചാനലിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മളുടെ വിശേഷങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ ആരും പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കേണ്ടതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എല്ലാ രക്ഷിതാക്കളുടെ അടുത്തും അങ്ങോട്ട് പോയിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള രക്ഷിതാക്കളുടെ അടുത്തൊക്കെ തന്നെ ഞാൻ സോറി പറയാണ്. പിന്നെ എനിക്ക് ആരും ദ്രോഹിക്കണം എന്നില്ല, ആരുടെയും ചികിത്സ എന്താ പറയുക തടസ്സപ്പെടുത്തണം എന്നില്ല. നല്ല രീതിയിൽ ചികിത്സിച്ച് പോകുന്നത് ചികിത്സിച്ച് തന്നെ പോവുക. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചിലരുടെയൊക്കെ സംസാരം കേട്ടാൽ ഞാൻ ഭയങ്കര ക്രൂരായിട്ടുള്ള ഒരമ്മയായിട്ടൊക്കെയുള്ള ഇതുകളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ട. അതൊന്നും കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും അധികം നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാവുക നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡിലുള്ളവർ തന്നെയായിരിക്കും നമ്മളുടെ ശത്രുക്കൾ. അതിപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ തന്നെയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. പിന്നെ അതെനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഓരോ അവസ്ഥയിലുള്ളവരും കൂടെ നമ്മളെ ശത്രുക്കളായിട്ട് കാണാമെന്നൊക്കെ പറയുമ്പോൾ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെയും കൂടെ നമ്മളെ ശത്രുക്കളാക്കി എടുക്കാൻ മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് വിഷമം ഉണ്ടാക്കി. പക്ഷെ സാരമില്ല, എന്താ പറയുക, ചിലതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആരോടും ഒരു ശത്രുതയും ആരുടെയും ട്രീറ്റ്മെൻറ്റ് മുടക്കണമെന്നും ഒന്നും തന്നെ എനിക്കില്ല. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് തന്നെ പോവാം. ഞാനിപ്പോൾ എനിക്ക് അതിൽ വ്യത്യാസങ്ങൾ കണ്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഏറെ വന്നത്. അപ്പോൾ ഇനി കുറച്ചധികം എന്താ പറയുക, നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേ കുറേ അധികം കാര്യങ്ങൾ ഇനിയിപ്പോൾ മോന് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൊരു വിഷമമുണ്ട്. അല്ലാതെ എനിക്ക് ആരുടെ അടുത്തും എന്താ പറയുക ദേഷ്യമോ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇനി ഇതിനെ പറ്റിച്ചൊരു കാര്യം ഞാൻ സംസാരിക്കില്ല. ഇനി എനിക്കെതിരെയും ചൊറിയാനൊന്നും ആരും വരണ്ട. കാരണം എനിക്ക് ആരുടെ അടുത്തും ഒരു ശത്രുതയും ഇല്ല കേട്ടോ. ഈ ഒരു കാര്യം കുറേ പേര് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഞാനായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രഷർ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ കാരണമല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അത് തിരുത്തി പറയണം എനിക്ക്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇനി അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഞാൻ കാരണം പറ്റി എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസ് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമങ്ങൾ ഉണ്ടായവരോടും അതുപോലെ തന്നെ ഞാൻ ഒരാളെയും മോശക്കാരനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നില്ല. നല്ല രീതിയിൽ ചികിത്സിച്ച് കുഞ്ഞുങ്ങളെ ഭേദമാക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയാണെങ്കിൽ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.